2025 ജെയ് മെയിൻ ലൈവ് സക്സസ് പാർട്ടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ റിവീൽ ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങൾ കാണുന്നത് 5 മണിക്ക് ശേഷമുള്ള, അതായത് വൈകുന്നേരം 5 മണിക്ക് തുടങ്ങുന്ന ഒരു ലൈവ് പ്രോഗ്രാം അല്ലേ? പക്ഷെ തുടങ്ങുന്നത് 5 മണിക്കല്ല, വൈകുന്നേരം 5 മണിക്കല്ല, പകരം ഇത് വെളുപ്പിന് 5:30 അതൊന്ന് പറഞ്ഞോട്ടെ. ഈ വെളുപ്പിന് 5 മണിക്ക് എക്സാമിന് രാവിലത്തെ ഷിഫ്റ്റ് ഉള്ള കുട്ടികൾക്ക് ഒരു 5:30 5:45 ആകുമ്പോൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി നമ്മുടെ സെന്ററിൽ എത്തും അവര്. എന്നിട്ട് ഇവിടെ നിന്നാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടന്മാർ അവരെ എക്സാം സെന്ററിലേക്ക് എത്തിക്കുന്നത്. അതെ, എക്സാം സെന്ററിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഉടനെ നമ്മുടെ ഇവിടുത്തെ ഒരു ബാക്കപ്പ് ടീം അവിടെ എത്തുന്നു. നമ്മുടെ പിള്ളേർക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അറിയേണ്ടത് നമ്മുടെ ആവശ്യമാണല്ലോ. ടീം അവിടെ എത്തുന്നു, ഇവിടെ വരുന്നു, ചൂടോടുകൂടി ഇവിടെ എത്തുന്നു. ഇവിടുത്തെ പ്രൊഫസേഴ്സും ജൂനിയർ ഫാക്കൽറ്റീസ് എല്ലാരും കൂടി ഇരുന്നിട്ട് അത് ഡിസ്കസ് ചെയ്യുന്നു. ആവശ്യമില്ല, ഇത് നേരിട്ട് നിങ്ങൾ കാണുന്നതായിരിക്കും കുറച്ചുകൂടി ഭംഗി. അല്ലേ? അപ്പൊ ഈ വിശേഷം കാണാനായിട്ട് ഈ വീഡിയോ കണ്ടാൽ മതി. ഇവിടെ എങ്ങനെയുണ്ടാകുന്ന എക്സ്പീരിയൻസ് ചോദിക്കാം. കഴിഞ്ഞ 2 ദിവസം, മൂന്നാമത്തെ ദിവസമാണ് എക്സാമിന്റെ മൂന്നാമത്തെ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ജെയ് മെയിൻസിന്റെ ലൈവ് എല്ലാം നടന്നുകൊണ്ടിരുന്ന മെയിൻ യൂട്യൂബ് സ്റ്റുഡിയോ ആണിത്. നേരത്തെ ലൈവ് നടക്കുന്നു പറഞ്ഞ സ്റ്റുഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ശിവൻ സാറ് ഓൾറെഡി ലൈവിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കയറി നോക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു ഈ വർഷത്തെ ജെയ് മെയിൻസിന്റെ ലൈവും അതിന്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ? തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ ഏറ്റവും അധികം തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു എക്സാമിൽ നമ്മൾ ഏറ്റവും കൃത്യമായിട്ട് അവരെ നമുക്ക് എക്സാം ഹാളിൽ എത്തിച്ചു. അപ്പം അതിൻ്റെ ഒരു ബാക്കപ്പ് പ്ലാൻ ആയിട്ട് നമ്മൾ ഈ ലൈവ് സെഷനുകൾ നമുക്കറിയാം. 22-ാം തീയതി തലേദിവസം 21-ാം തീയതി വരെ നമ്മുടെ സാറുമാരുടെ ലൈവ് സെഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം ഓരോ ദിവസത്തെ ഓരോ ഷിഫ്റ്റിൻ്റെയും ഏറ്റവും കൃത്യമായിട്ടുള്ള റെസ്പോൺസ്, അതിൻ്റെ ഫാക്കൽറ്റികളുടെ കൃത്യമായിട്ടുള്ള അനാലിസിലൊക്കെ നമുക്ക് വിദ്യാർത്ഥികളിലേക്കും രക്ഷിതാക്കളിലേക്കും എത്തിക്കേണ്ടതുണ്ടായിരുന്നു. അതിലേക്ക് തോന്നുന്നു 100% നമുക്കത് അവരിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായിട്ടൊരു വാല്യുവേഷൻ ഓരോ ഫാക്കൽറ്റീസ് ആണെങ്കിലും കൃത്യമായിട്ട് ആ മെമ്മറി ബേസ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും അതിൽ ഏറ്റവും ആപ്റ്റായിട്ട് കറക്റ്റായിട്ട് നമുക്ക് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് പിന്നീടുള്ള ഷിഫ്റ്റുകളിൽ ഏറ്റവും അധികം ഗുണം ചെയ്തു നമ്മുടെ കുട്ടികൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ജെയ് മെയിൻസിന്റെ ഫുൾ ഹെഡ് ആയിട്ടുള്ള ബിനോയ് സാറുണ്ട്. സാർ, എങ്ങനെയുണ്ടായിരുന്നു 2025 നമ്മുടെ ഫസ്റ്റ് ഫേസിന്റെ ജെയ് മെയിൻസ് എക്സാംസിനെ മൊത്തത്തിൽ സാർ എങ്ങനെയാണെന്ന് വിലയിരുത്തുന്നത്? മൊത്തത്തിൽ എക്സാമിനേഷൻ നല്ല രീതിയിൽ തന്നെ പോയി. ഇതുവരെയുള്ള എക്സാമിനേഷൻ കമ്പാരിറ്റീവ്ലി കുഴപ്പമില്ലായിരുന്നു. നമ്മൾ മോഡൽ എക്സാം ഒക്കെ ഇട്ട് അതേ രീതിയിൽ തന്നെയാണ് കുട്ടികൾ ക്വസ്റ്റ്യൻസ് വന്നത്. ആ രീതിയിൽ അവർക്ക് നല്ല രീതിയിൽ എക്സാമിന് പെർഫോം ചെയ്യാനായിട്ട് സാധിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ മനുസാറുണ്ട്. മനുസാറിൻ്റെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ യൂട്യൂബിൽ ലൈവും ബാക്കി വീഡിയോസും ഒക്കെ കാണാറുണ്ട്. അതിനെല്ലാം അടിപൊളിയായിട്ട് തംബ്നെയിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് മനുസാറിൻ്റെ പരിപാടി. അപ്പോൾ സാർ ഇപ്പോഴും ഇവിടെ ഇരുന്ന് തംബ്നെയിലൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ പരിപാടികളാണെങ്കിലും അതല്ലെങ്കിൽ DTV ടൈപ്പ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് നേരെ ബോർഡിലേക്ക് ആക്കുകയാണെങ്കിലും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ അജിസാറാണ്. അപ്പോൾ അജിസാറും ബോർഡൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ തുറന്നു വെച്ച് റെഡിയായിട്ട് കർമ്മനിരതനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെ ജോർജ് സാറിനെ നമുക്കറിയാം. ജോർജ് സാറിനെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ജോർജ് സാർ ഇതിൻ്റെ മൊത്തത്തിലുള്ള കോർഡിനേറ്ററാണ്. ജോർജ് സാറാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ജോർജ് സാറുണ്ട്. പിന്നെ നമ്മൾ എന്നും എല്ലാ ദിവസത്തെയും റെസ്പോൺസിൽ കാണുന്ന വിഷ്ണു സാറുണ്ട്. അപ്പോൾ സാർ എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ 5 ദിവസത്തെ എക്സ്പീരിയൻസ്? 5 ദിവസത്തെ എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ 5 ദിവസവും കവർ ചെയ്യാൻ സാധിച്ചു. മിസ് ഉൾപ്പെടെ ഉള്ള ആളുകൾ അതിൻ്റെ സഹകരണം നമ്മുടെ ഭാഗത്തുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ പേരൻസിൻ്റെ കാര്യം എടുത്താലും പിന്നെ അവിടുത്തെ ഇൻവിജിലേറ്റേഴ്സിൻ്റെ കാര്യം എടുത്താലും എല്ലാവരും വളരെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. എല്ലാവർക്കും നമ്മളെ അറിയായിരുന്നു. അതുപോലെ തന്നെ ബ്രില്യൻ്റ് എന്ന് കേൾക്കുമ്പോൾ പേരൻസിനൊക്കെ ഒരു പ്രത്യേക ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് 5 ദിവസം പോയത്. അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒന്നും അടിപൊളിയായിരുന്നു. അപ്പോൾ ടോമിൻ സാർ നമ്മുടെ ഇവിടെ ജോയിൻ ചെയ്യാണ്. സാർ, ഇപ്പോൾ 2025 ജെയ് മെയിൻസ് ഫേസ് 1 എക്സാംസ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ബ്രില്യൻറ്റിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ജെയ് മെയിൻസിനായിട്ട് എന്തൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തത്? എന്തൊക്കെയായിരുന്നു നമ്മളെ ഒരു പ്ലാൻ? സത്യം പറഞ്ഞാൽ നമ്മുടെ അക്കാഡമിക്സിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ പറയാനുണ്ട്. പരമാവധി ഷോർട്ടാക്കി തന്നെ പറയാം. നമ്മൾ ഏകദേശം ഒരു മിഡ് നവംബറോട് കൂടി തന്നെ നമ്മുടെ റിപ്പീറ്റർ ബാച്ചിനാണെങ്കിലൊക്കെ നമ്മുടെ ഇവിടെ ജെയ്ക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികളിലൊക്കെ നമ്മൾ ടോപ്പിക്ക് തീർത്തിരുന്നു. പിന്നെ ഏകദേശം ഒരു 2 മാസത്തോളം ഫുൾ മോഡൽ എക്സാംസ് അത് നടക്കുന്നുണ്ടായിരുന്നു. അതൊരു സൈഡിലായിട്ടെങ്കിലും നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂസ് പരീക്ഷകൾ, അതിൻ്റെ വീഡിയോ സൊല്യൂഷൻസ്, അതിൻ്റെ റിസൾട്ട് അനാലിസിസ്, വീണ്ടും പരീക്ഷ, അങ്ങനെ പിന്നെ റിവിഷൻ മോഡലുകൾ, പിന്നെ അവർക്ക് ഡൗട്ടുള്ള ക്ലാസ്സുകൾ വീണ്ടും എടുത്തു കൊടുക്കുന്നു. അങ്ങനെ അത് കണ്ടിന്യൂസ് ഒരു സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പാരലായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ടീം നമ്മുടെ യൂട്യൂബിലൂടെ ജെയ്യുടെ യൂട്യൂബ് ചാനലിലൂടെ ലൈവായിട്ട് ജെയ് എക്സ്പ്രസ് എന്ന് പറഞ്ഞ ഒരു ക്ലാസ് നടത്തിയിരുന്നു. ഭയങ്കര സക്സസ് ആയിരുന്നു.
അത് 10,000-കണക്കിന് വിദ്യാർത്ഥികളോട്ട് അത് എത്തി. അവർക്കെല്ലാം വളരെ ഹെൽപ്ഫുള്ളായി. നമ്മൾ ധാരാളം ചോദ്യങ്ങളെല്ലാം അതിനകത്ത് ചെയ്തു. ജെഇ പ്രെഡിക്ഷൻസ് നമ്മൾ നടത്തിയിരുന്നു, ഏതൊക്കെ ടൈപ്പ് ചോദ്യങ്ങൾ ജെഇക്ക് എക്സ്പെക്ട് ചെയ്യാന്നുള്ളത്. അതും വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ പോയി. അപ്പം അതിലും ഏറ്റവും സക്സസ്ഫുൾ നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ ജെഇയുടെ പരീക്ഷകൾ കഴിയുമ്പം ഉടനെ നമ്മൾ നടത്തുന്ന മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് ആണ്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ നമ്മുടെ ഫസ്റ്റ് ഡേയിൽ തന്നെ അത് ഹ്യൂജ് സക്സസ് ആയി. 6,00,000-ലധികം വിദ്യാർത്ഥികൾ ആ ഒരു യൂട്യൂബ് സെഷനിൽ ലൈവായിട്ട് തന്നെ കണ്ടിരുന്നു. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിരുന്ന നമ്മൾ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസിന്റെ PDF ആണ്. എല്ലാ സ്റ്റുഡൻസിനും ഹെൽപ്ഫുൾ ആയ കാര്യമായിരുന്നു. നമ്മൾ വെബ്സൈറ്റിൽ കയറുമ്പോൾ തന്നെ ഇങ്ങനെയുണ്ട്, ജെഇ മെയിൻ 2025 മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. അതിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടും Day 1-ലെ Shift 1-ൻ്റെയും Shift 2-ൻ്റെയും PDF, അതുപോലെ തന്നെ അതിൻ്റെ വീഡിയോ സൊല്യൂഷൻ, അതുപോലെ തന്നെ Day 2-ൻ്റെ ഉണ്ട്, Day 3 ഉണ്ട്, Day 4. ഇപ്പം എല്ലാ വിദ്യാർത്ഥികൾക്കും അത് നോക്കി ക്വസ്റ്റ്യൻസ് നോക്കാം, അതിൻ്റെ സൊല്യൂഷൻ നോക്കാം. വീഡിയോ സൊല്യൂഷൻ സഹിതം എല്ലാം നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. ഈ ഒറ്റ പേജിന് നമ്മൾ ആദ്യത്തെ 2 ദിവസത്തെ ആൾക്കാർ കയറിയത് 75,000-ഓളം ആൾക്കാരാണ് ഈ ഒറ്റ പേജിൽ ആദ്യത്തെ 2 ദിവസം കൊണ്ട് കയറിയത്. അപ്പോൾ അത് ഉറപ്പായിട്ട് ഒരു 2 ലക്ഷത്തിനടുത്ത ആൾക്കാരുണ്ടായിട്ടുണ്ടാവും. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ December 1-നാണ് നമ്മൾ ജെഇ എക്സ്പ്രസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മൾ നോക്കിയാൽ ഏകദേശം 30 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൂടെ, അതായത് ബ്രില്യൻ പാലയുടെ ജെഇ യൂട്യൂബ് ചാനലിൽ കൂടെ നമ്മുടെ ക്ലാസ്സുകളും മറ്റും കണ്ടത്. 30 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ്. ഉറപ്പായിട്ടും തന്നെ പറയാൻ സാധിക്കും, ഈ സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1 എഞ്ചിനീയറിംഗ് യൂട്യൂബ് ചാനൽ ബ്രില്യൻ പാലയുടെ തന്നെയാണ്. 100% ഉറപ്പോടെ നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യമാണ്. പിന്നെ ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല. ഇനി ജെഇ സെഷൻ 2 വരുന്നുണ്ട്, അതുപോലെ തന്നെ ജെഇ അഡ്വാൻസ് വരുന്നുണ്ട്. അതിൻ്റെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് വർക്ക് ഇപ്പോഴേ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അപ്പോൾ കാണാം. അപ്പോൾ വർഷങ്ങളായിട്ട് നമ്മുടെ ജെഇ മെയിൻസിൻ്റെ ആണെങ്കിലും അഡ്വാൻസിൻ്റെ ആണെങ്കിലും ഒക്കെ എക്സാമിൻ്റെ സമയത്ത് സോഷ്യൽ മീഡിയയ്ക്ക് ഫുൾ സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെയുള്ള മിസ്സാണ്. അപ്പോൾ മിസ്സെ എങ്ങനെ ഉണ്ടായിരുന്നു ഈ വർഷത്തെ പരിപാടികളൊക്കെ? മിസ് എങ്ങനെയാണ് അതിനെ ഒന്ന് നോക്കിക്കാണുന്നത്? അതെ, അപ്പം നിങ്ങളിത് കാണുന്ന പോലെ ഒരു ചെറിയൊരു വീഡിയോ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ നിങ്ങൾ ഓരോ കാണുന്ന ലൈവ് സെഷനും ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ആൾക്കാരുടെ ഒരു വലിയ എഫേർട്ട് ഉണ്ട് അല്ലേ മിസ്സേ? അതായത് ഓരോ ചെറിയ കാര്യം മുതലുള്ള കാര്യങ്ങളെല്ലാം തന്നെയും വളരെ എഫേർട്ട് എടുത്തും ഒരുപാട് കഷ്ടപ്പെട്ടുമാണ് നിങ്ങളിലേക്ക് ഇത്രയും നല്ലൊരു കാഴ്ചയിലേക്ക് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് നമ്മളെല്ലാവരും. അപ്പോൾ നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ സോഷ്യൽ മീഡിയയുടെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഉറപ്പായിട്ട് നമ്മുടെ എഡിറ്റേഴ്സാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ എഡിറ്റേഴ്സൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ അജുചേട്ടനാണെങ്കിൽ ഇപ്പോഴും വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ചേട്ടനും ഉണ്ട്, കുട്ടികളുടെ റെസ്പോൺസൊക്കെ സെറ്റാക്കി റെഡിയാക്കി കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. പിന്നെ സജുവേട്ടന് നമുക്കറിയാം, നമ്മുടെ എഡിറ്റേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓഫ് സ്ക്രീനിലാണെങ്കിലും ഓൺ സ്ക്രീനിലാണെങ്കിലും അവർ അടിപൊളിയാണ്. അപ്പോൾ വെറുതെ വീഡിയോ എഡിറ്റ് ചെയ്യുക മാത്രമല്ല, ഈ എഡിറ്റ് ചെയ്യാൻ പോണ വീഡിയോയിൽ അഭിനയിക്കുന്നത് അവരൊക്കെ തന്നെയാണ്. അപ്പോൾ ചേട്ടൻ എനിക്ക് ഓർമ്മയാണ്, നമ്മുടെ കുറുവ സംഘത്തിൻ്റെ വീഡിയോയിൽ ഉണ്ടായിരുന്ന സീനിയർ കുറുവയായിരുന്നു അല്ലേ? അപ്പോൾ ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു കുറുവ സംഘം വീഡിയോയുടെ എക്സ്പീരിയൻസ്? എന്തായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എഡിറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ അഭിനയിക്കാൻ പറ്റുന്ന അഭിനയിക്കുക, എന്നിട്ട് അതേ വീഡിയോ തന്നെ എഡിറ്റ് ചെയ്യുക. നല്ല രസമാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ജെഇ മെയിൻസിലെ ഓരോ ഷിഫ്റ്റിലെയും ക്വസ്റ്റ്യൻസ് ഏറ്റവും വേഗം കുട്ടികൾ പറയുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഏറ്റവും ആദ്യം എത്തിക്കുക DTPയിലേക്കാണ്. അപ്പോൾ അത്രയും എഫിഷ്യൻ്റായിട്ട് അത്രയും പെട്ടെന്ന് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ടൈപ്പ് ചെയ്ത് നമുക്ക് തരാനും, നമ്മൾ പ്രൂഫ് റീഡ് ചെയ്തിട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ അത് എത്രയും പെട്ടെന്ന് നമ്മളിലേക്ക് തിരിച്ചു തരാനും, അപ്പോൾ അത്രയും എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്ത DTP സെക്ഷനാണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന DTP സെക്ഷനിലാണ്. ഹോൾ DTP ടീമിന്, സോഷ്യൽ മീഡിയ ടീമിന് വേണ്ടിയിട്ടുള്ളൊരു ഹ്യൂജ് താങ്ക്സ് പറയുകയാണ്. 2025 ജെഇ മെയിൻ സെഷൻ 1-ന് വേണ്ടി ബ്രില്യൻ സ്റ്റഡി സെന്റർ വിപുലമായ സജ്ജീകരണങ്ങളാണ് അറേഞ്ച് ചെയ്തത്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലെ ഫാക്കൽറ്റികളെ ഒരുമിച്ചിരുത്തി ജൂനിയർ ഫാക്കൽറ്റിയും സീനിയർ ഫാക്കൽറ്റിയും ഒരുമിച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയ രീതിയിലാണ് ക്വസ്റ്റ്യൻസും അതിന്റെ എക്സ്പ്ലനേഷനും, അതോടൊപ്പം തന്നെ അടുത്ത ദിവസങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുള്ള അതേ മോഡലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം നമ്മുടെ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരാം. കഴിഞ്ഞ 5 ദിവസമായി അവർ വളരെ സജീവമായി നമ്മോട് സഹകരിച്ചു. എന്തായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് അവരോട് നമുക്ക് ചോദിച്ചറിയാം. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ്? ആക്ച്വലി ഞങ്ങൾക്ക് പേഴ്സണലി ഭയങ്കര ഒരു സെലിബ്രേഷൻ ആണ്. ഞങ്ങളുടെ ഈ ടീമിന്റെ ലീഡർ ഞങ്ങളുടെ സോജി സാറാണ്. അപ്പോൾ സോജി സാർ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയും. ഞങ്ങൾ കുട്ടികളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുന്നു. അവർ ഫോൺ വഴിയാണ് പറയുന്നത്. അപ്പോൾ ചില ക്വസ്റ്റ്യനൊക്കെ ചെറിയ എററൊക്കെ വരാറുണ്ട്. എന്നാലും ഞങ്ങളതൊക്കെ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഇവിടുന്ന് വളരെ സ്പീഡിൽ തന്നെ എല്ലാവരും നല്ല കോപ്പറേറ്റീവ് ആയിട്ട് എല്ലാവരും കൂടെ തന്നെ ചെയ്ത് നോക്കുന്നു. അന്നേരം തന്നെ DTP എടുക്കുന്നു, ബോർഡേ ക്വസ്റ്റ്യൻ കയറ്റുന്നു. ഞങ്ങൾ നല്ല ബോർഡേ ക്വസ്റ്റ്യനുകൾ കയറ്റി എല്ലാം ചെയ്ത് കാണിക്കുന്നു. അപ്പം കുട്ടികളും ആൾക്കാരും എല്ലാം വളരെ കണ്ടു, എല്ലാവരും ഹാപ്പിയാണ്. ഈ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. കാരണം പണ്ടൊക്കെ നമ്മൾ ഇതിൻ്റെ കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഈ ക്വസ്റ്റ്യനൊക്കെ ഒന്ന് ചെയ്തു പോലും നോക്കണം. ഇത് അന്ന് തന്നെ ചൂടോടെ നമ്മൾ ചെയ്യാൻ കിട്ടുക എന്ന് പറഞ്ഞൊരു സന്തോഷമാണ്. ഇനി നമുക്ക് ഫിസിക്സിലെ ഡിപ്പാർട്ട്മെന്റിലെ ഫാക്കൽറ്റീസിനോട് നമുക്ക് ചോദിക്കാം, സാർ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ദിവസത്തെ എക്സ്പീരിയൻസ്? അപ്പോൾ അതൊരു എക്സൈറ്റ്മെന്റ് ആണ്, കുട്ടികളുടെ നിന്ന് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക എത്രയും പെട്ടെന്ന്.
അത് എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യുക. അപ്പോൾ അത് തന്നെ നമുക്ക് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളെക്കാൾ മുന്നേ നമ്മൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് ലൈവിന് കയറാൻ റെഡി ആയിട്ട് നിൽക്കുക. അതൊക്കെ നമ്മളൊരു സന്തോഷമായിട്ട് എൻജോയ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് തന്നെയാണ്. ഇനി നമുക്ക് ചോദിക്കാനുള്ളത് കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകരോടാണ്. എങ്ങനെ വിലയിരുത്തുന്നു ഈ ഒരു 4-5 ദിവസങ്ങൾ ഒരുമിച്ച് ചേരുന്നു, ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നു, ലൈവായിട്ട് വിദ്യാർത്ഥികളിലേക്ക് എത്തുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വളരെ നല്ലൊരു അനുഭവമായിരുന്നു. അപ്പോൾ ഇത് കുട്ടികളിൽ എക്സാം എഴുതിയിട്ട് ഉടനെ തന്നെ നമ്മൾ ലൈവായിട്ട് ക്വസ്റ്റ്യൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഫീലായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത് അടുത്ത ഷിഫ്റ്റിലേക്ക് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന രീതിയിലൊരു പ്രോഗ്രാം. അതുപോലെ നമുക്ക് റീസെൻറ്റ് ട്രെൻഡ്, ആ ക്വസ്റ്റ്യനിൽ വരുന്ന റീസെൻറ്റ് ട്രെൻഡുകളൊക്കെ മനസ്സിലാക്കാൻ വളരെ ലൈവായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചത് വളരെ വണ്ടർഫുൾ ആയ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇത് നല്ലൊരു അനുഭവമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒത്തുകൂടുന്നു, പിള്ളേരുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നു, ക്വസ്റ്റ്യൻസ് എടുക്കുന്നു. അപ്പോൾ സാർ ഉദ്ദേശിച്ച് പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളുടെ ട്രെൻഡിന് ഒരു കുറച്ചുകൂടെ വ്യത്യസ്തമായ രീതിയിലാണ് ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാനായിട്ട് പറ്റിയത്. അപ്പോൾ കുട്ടികളോട് ചോദിക്കുന്നു, കുട്ടികൾ ക്വസ്റ്റ്യൻ പറഞ്ഞു തരുന്നു, അങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ ഒക്കെ വരുത്തി ലൈവായിട്ട് കയറുന്നു. അപ്പോൾ നല്ലൊരു പുതിയൊരു അനുഭവം തന്നെയായിരുന്നു. ഈ ഒരു പ്രോഗ്രാമിന്റെ കോർഡിനേറ്ററായ ബിനിൽ സാറോട് ജോയിൻ ചെയ്യാണ്. സാർ, എങ്ങനെ ഉണ്ടായിരുന്നു 5 ദിവസത്തെ ആഘോഷങ്ങളുടെ ഒരു അവസാന നിമിഷമാണ് എത്തുന്നത്? അടിപൊളിയായിട്ട് പോകുന്നു, ഭംഗിയായിട്ട്. ഇതിന് പിന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട്. സാറന്മാരുടെ വർക്കുണ്ട്, അതിനുപോലെ DTP വർക്കുണ്ട്, ക്യാമറാമാൻ്റെ വർക്കുണ്ട്, സോഷ്യൽ മീഡിയ വർക്കുണ്ട്. എല്ലാം കൂടെ ചേർന്ന് ടീം ബ്രില്യൻ്റ് ആയിട്ട് തന്നെയാണ് അത് മുന്നോട്ട് നടന്നത്. ഏറ്റവും ഭംഗിയായിട്ട് നടന്നു. നോക്കിയാൽ മനസ്സിലാവും. അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഇനി പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്കും അതുപോലെ ഇനി ബ്രില്യൻ്റിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഇതൊക്കെ തീർച്ചയായിട്ടും ഒരു മോട്ടിവേഷൻ ആയിരിക്കും. ബ്രില്യൻ്റ് ഒരു പ്രോഗ്രാമായിട്ട് മാറിക്കഴിഞ്ഞു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്ന് പറഞ്ഞാൽ. തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സാർമാർ തന്നെയാണ്. ഏറ്റവും അവർ ക്ലാസ്സൊക്കെ കഴിഞ്ഞാൽ പോലും പെട്ടെന്ന് വന്ന് എല്ലാത്തിനും കൂടി സഹകരിച്ച് ക്വസ്റ്റ്യൻ കളക്ട് ചെയ്ത് ക്വസ്റ്റ്യൻ എല്ലാം ചെയ്ത് മാറി കയറി എല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നു. അതിന് സപ്പോർട്ട് ചെയ്യുന്ന മാനേജ്മെൻറ്റ് ഏറ്റവും എല്ലാ കാര്യങ്ങളും അതിന് സപ്പോർട്ട് ചെയ്യുന്നു. എല്ലാ കാര്യം ഭംഗിയായിട്ട് നടക്കുന്നു. സന്തോഷം. ഇത് തുടരാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. 2025 JEE മെയിൻസിന്റെ എക്സാംസിന്റെ ലൈവിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന് അലോട്ട് ചെയ്തിരിക്കുന്ന സ്റ്റുഡിയോ ആണിത്. അപ്പോൾ അതിനകത്ത് ടീച്ചേഴ്സ് ലൈവിന് വേണ്ടുന്ന പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് കയറി നോക്കാം. എങ്ങനെയുണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ? എക്സാമിന് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്. അങ്ങനെയാണ് പിള്ളേർ പറഞ്ഞത്. നമ്മൾ ചെയ്ത് നോക്കിയാൽ ഒരു 5-6-7 ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ നോക്കിയിട്ടുള്ളൂ, ബാക്കി നോക്കുന്നേ ഉള്ളൂ. നിങ്ങൾ ലൈവിന് വരുന്ന ആൾക്കാരെയും ടീച്ചേഴ്സിനെയൊക്കെ നിങ്ങൾ എന്നും കാണുന്നതാണ്. പക്ഷേ അതിലുപരി ഈ ലൈവ് നടക്കുമ്പോൾ അത്രയും എഫേർട്ട് ഇടുന്ന കുറച്ച് ആൾക്കാർ നമ്മുടെ ബിഹൈൻഡ് ദ ക്യാമറ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇനി കാണിച്ചു തരാൻ നമ്മുടെ ചീഫ് ക്യാമറമാൻ ആയിട്ടുള്ള സുമോദേട്ടനെയാണ്. അപ്പോൾ സുമോദേട്ടൻ ഇവിടെ ക്യാമറയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. സുമോദേട്ട, അപ്പോൾ എങ്ങനെയൊക്കെ ഉണ്ട് ലൈവൊക്കെ? നമ്മൾ 5 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ലൈവ് തുടങ്ങാൻ പോവാണല്ലേ? ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യാണ്. ഇപ്പോൾ തുടങ്ങാനായിട്ട് എല്ലാം റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ ലൈവ് സെക്ഷൻ എല്ലാം ഓക്കെയാണ്, സെറ്റാണ്. അപ്പോൾ നമ്മുടെ JEEയുടെ ലൈവ് സെഷൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് നമ്മുടെ ടെക്നിക്കൽ ടീം ലീഡായിട്ടുള്ള അശോകാണ്. അപ്പോൾ അശോക് ഇപ്പോഴും കാര്യമായി പണിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇത്രയും ദിവസങ്ങളായിട്ട് കുട്ടികളെ റെസ്പോൺസ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോഴെല്ലാം നമ്മുടെ കൂടെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നത് നമ്മുടെ ക്യാമറാമാൻ ഉണ്ട്, പ്രവീൺ ചേട്ടനാണ്. അപ്പോൾ പ്രവീൺ ചേട്ടൻ്റെയും കൂടെ ഒരു എഫേർട്ടിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് എത്രയും പെട്ടെന്ന് കുട്ടികളുടെ റെസ്പോൺസ് ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റിയത്. ശരിക്കും പറഞ്ഞാൽ ഈ ഓരോ എക്സാം കഴിയുമ്പോൾ, ഓരോ ഷിഫ്റ്റിലെ എക്സാം കഴിയുമ്പോൾ ഏറ്റവും പെട്ടെന്ന് നമ്മൾ കുട്ടികളുടെ റെസ്പോൺസ് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് നമ്മുടെ പ്രവീൺ ചേട്ടനാണ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.